അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നിത്യജീവിതത്തിൽ നാം അനുഭവിക്കുന്ന 3 കാര്യങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പായി ഇസ്ലാമികപരമായ നല്ല അറിവുകൾ ലഭിക്കാൻ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ്. 3 കാര്യങ്ങളിൽ ഒന്നാമത്തേത് പ്രയാസമാണ്. ഇന്ന് പ്രയാസം അനുഭവിക്കാത്തവർ ആരും ഉണ്ടാവില്ല. കടബാധ്യതയും കുടുംബ പ്രശ്നങ്ങളും തുടങ്ങിയ പല പ്രയാസവും നാം അനുഭവിക്കാറുണ്ട്. അപ്പോൾ നാം ജീവിതത്തിൽ പതറുകയല്ല വേണ്ടത്. നാം എന്ത് പ്രയാസം വന്നാലും അല്ലാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന ദിക്ർ ധാരാളം ചൊല്ലുക. എന്നാൽ നമ്മുടെ എല്ലാ പ്രയാസവും അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരുന്നതാണ്. ഈ ദിക്ർ ചൊല്ലിയതിന്റെ ഫലമായിട്ടാണ് സഹാബികൾക്ക് ബദറിൽ വെച്ച് അല്ലാഹുവിന്റെ സഹായം ലഭിച്ചത്. അതുകൊണ്ട് നാം നമ്മുടെ എന്ത് പ്രയാസം നമുക്ക് വന്നാലും ഈ ദിക്ർ പതിവാക്കുക. അതുപോലെ തന്നെ 3 കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യമാണ് രോഗം. ഇന്ന് നാം പലരും പല രോഗത്തിനും അടിമകളാണ്. പല രോഗങ്ങളാൽ പലരും പരീക്ഷിക്കപ്പെടുകയാണ്. എത്ര വലിയ രോഗം വന്നാലും നാം ഇങ്ങനെ ചൊല്ലുക, ഷിഫാഹ് ലഭിക്കുന്നതാണ്. എന്നി മസ്സനി അല്ലാഹു വ അൻത അർഹമർ റഹീമീൻ എന്ന ഈ ദിക്ർ ചൊല്ലിയതിന്റെ ഫലമായിട്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ബാധിച്ച കഠിനമായ രോഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അയ്യൂബ് നബിയെ രക്ഷപ്പെടുത്തിയത്. അതുപോലെ തന്നെ 3ാമത്തെ കാര്യം ടെൻഷനാണ്. ടെൻഷനില്ലാത്ത ഇന്നൊരാളും ലോകത്തുണ്ടാവില്ല. അപ്പോൾ നമുക്കുള്ള എത്ര വലിയ ടെൻഷനുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ നാം നമ്മുടെ ജീവിതത്തിൽ ഈ ദിക്ർ പതിവാക്കുക. ദിക്ർ ഇതാണ്: ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ചൊല്ലിയതിന്റെ ഫലമായിട്ടാണ് യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു തആല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ടെൻഷനും മാറുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, രോഗങ്ങൾ, ടെൻഷനുകൾ ഒക്കെ മാറാൻ ഖുർആനിൽ പറഞ്ഞ ഈ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരട്ടെ. നമുക്ക് നല്ലത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതുവഴി ഈ ലോകത്ത് വിജയം കൈവരിക്കാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.